ഹായ് മക്കൾസ്. അപ്പോൾ നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ, അതായത് സോഷ്യൽ സയൻസിലെ 9ാമത്തെ ചാപ്റ്റർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ് മക്കൾ. ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് അല്ലാതെ വേറൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരില്ല എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾക്ക്. ഇതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു ക്വസ്റ്റ്യനിൽ ഇത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. നമ്മുടെ 9ാമത്തെ ചാപ്റ്ററിൽ ജനാധിപത്യ അർത്ഥവും വ്യാപ്തി അല്ലെങ്കിൽ ഡെമോക്രസി മീനിങ് ആൻഡ് സ്കോപ്പ് എന്നുള്ള ചാപ്റ്ററിൽ ഒന്നാമതായിട്ട് നിങ്ങൾ പഠിക്കണം. ആദ്യം നിങ്ങൾ എന്താണ് ഡെമോക്രസി അല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്നുള്ളതൊക്കെ ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട്, കാരണം ഗ്രീസിലെ ഏഥൻസ് എന്നുള്ള ഭാഗത്തു നിന്നാണ് അതിൻ്റെ ജനനം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. ഡെമോ എന്നുള്ളതും ക്രാറ്റോസ് എന്നുള്ള പദത്തിൽ അത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ മാത്രം. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഡയറക്റ്റ് ഡെമോക്രസി അല്ലെങ്കിൽ പ്രത്യക്ഷ ജനാധിപത്യത്തിൻ്റെ വിവിധ മാർഗങ്ങൾ എന്തൊക്കെയാണ് മക്കൾ. ഇങ്ങനെ ഒരു 4 മാർഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റായിട്ട് എന്ത് ചെയ്യണം മക്കൾ, പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്തായാലും മക്കളോട് ചോദിക്കും. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്രമേ ഇതിലിട്ടിട്ടുള്ളൂ. നോക്കണേ മക്കളെ, പ്രത്യക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ ഡയറക്റ്റ് ഡെമോക്രസിയുടെ എന്തെന്ന് പറയാം മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് മക്കൾ പഠിക്കണം. അതുപോലെ തന്നെ നോക്കാനുള്ളതാണ് പരോക്ഷ ജനാധിപത്യം അല്ലെങ്കിൽ പ്രാതിനിധ്യം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. നോക്കാം. അപ്പോൾ അവിടെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾ ഡെമോക്രസി നോക്കുമ്പോൾ തന്നെ അവിടെ കൃത്യമായിട്ട് നോക്കേണ്ടത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ഡയറക്റ്റ് ജനങ്ങൾ എന്തായിരിക്കും, ജനങ്ങളാണ് ഏത് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. അതായത് മറ്റേത് ഡയറക്റ്റ് ഡെമോക്രസിയിലാണെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പ്രത്യക്ഷ ജനാധിപത്യത്തിൽ അവിടെ മിലിറ്ററി ലീഡേഴ്സിനെ നമ്മൾ പറഞ്ഞ ജഡ്ജിമാരൊക്കെ അവർ നേരിട്ട് തിരഞ്ഞെടുക്കും. പക്ഷെ ഇവിടെ ആ കാര്യത്തിന് വേണ്ടി ജനങ്ങൾ എന്ത് ചെയ്യും, ജനങ്ങളെ തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധി ചെയ്യുന്ന ഒരാളെ തിരഞ്ഞെടുക്കും. അതാണ് അതെന്ന് മനസ്സിലാക്കിയത്. ഇനി പാർലമെൻ്ററിയുടെ സവിശേഷതകളും അതുപോലെ തന്നെ പ്രസിഡൻഷ്യലിലും പാർലമെൻ്ററി ഡെമോക്രസിയുടെ സവിശേഷതകൾ എന്താണ്. പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരിക്കും. പ്രൈം മിനിസ്റ്ററാണ് മെയിൻ ആളായിരിക്കും. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് മാത്രമായിരിക്കും. ആരാണ് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും മെജോറിറ്റി, ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് പാർട്ടിയിലാണോ വന്നത് ജയിച്ചത് അവരാണ് പ്രധാനമന്ത്രി ആയിരിക്കുക. അതേപോലെ തന്നെ പ്രസിഡൻഷ്യലിൽ വരുമ്പോൾ ഡയറക്റ്റ് പ്രസിഡന്റിന് എന്തായിരിക്കും വോട്ട് ചെയ്യും. അവിടെ പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റൊക്കെ എന്താണ് ഒരു ഭരണാധികാരി ഇതുപോലെ തന്നെയാണ്. മെയിനായിട്ട് പ്രസിഡന്റാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ജനങ്ങൾ നേരിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എലക്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പ്രസിഡൻഷ്യൽ, ഇതും നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ നോക്കേണ്ടത് മക്കളെ 3 ഡയമെൻഷൻസ് ഓഫ് ഇക്വാലിറ്റി, അതായത് നമ്മുടെ ബേസിക് ഫാക്ടേഴ്സ് ഓഫ് ഡെമോക്രസി ഉണ്ട് പഠിക്കാൻ. അതിലാണ് ഫ്രീഡം പഠിക്കുന്നത് അല്ലെങ്കിൽ ലിബർട്ടി പഠിക്കുന്നുണ്ട്, ഫ്രീഡം ആൻഡ് റെസ്ട്രിക്ഷൻസ് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു സംഭവം ഇക്വാലിറ്റി, ജസ്റ്റിസ്, അതായത് നീതി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ആ ഇക്വാലിറ്റിയുടെ 3 ഡയമെൻഷൻ അല്ലെങ്കിൽ 3 മാനങ്ങൾ എന്ത് ചെയ്യണം മക്കൾ മനസ്സിലാക്കി വെക്കണം. പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, അതായത് രാഷ്ട്രീയ സമത്വം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സോഷ്യൽ ഇക്വാലിറ്റി, എക്കണോമിക് ഇക്വാലിറ്റി, തുല്യത എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ സമത്വം കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ 3 ടേബിളുകൾ എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ്, അതായത് നീതിയുടെ തത്വങ്ങൾ, അതും ഇതേപോലെ തന്നെ 3 കോളമുണ്ട്. ആ കാര്യങ്ങളും എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം പഠിക്കണം. ഓക്കെ. പിന്നെ 4 ടൈപ്പ് റൈറ്റ്സുകൾ, 4 ടൈപ്പ് അവകാശങ്ങളുണ്ട്. ആ 4 ടൈപ്പ് അവകാശങ്ങൾ എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ നോക്കി വെക്കണം. ഒന്ന് പൊളിറ്റിക്കൽ റൈറ്റ്, അതായത് രാഷ്ട്രീയ അവകാശങ്ങൾ, സിവിൽ റൈറ്റ് പൗരാവകാശങ്ങൾ, രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, എക്കണോമിക് റൈറ്റ് സാമ്പത്തിക അവകാശങ്ങൾ, കൾച്ചറൽ റൈറ്റ് സാംസ്കാരിക അവകാശങ്ങൾ. ഇതെന്ത് ചെയ്യണം മക്കള് കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഇന്ത്യ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് ഒരു കൺട്രിയാണ് ഇത് ഇന്ത്യ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു ഡെമോക്രസി എന്നുള്ള ഐഡിയോളജി സെലക്ട് ചെയ്യാനുള്ള കാരണം നമുക്കറിയാം. ഫ്രീഡം ഫൈറ്റിൻ്റെ ആ സമയത്ത് തന്നെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിൽ തന്നെ നമുക്ക് മനസ്സിലായതാണ് എല്ലാവരെയും ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഡെമോക്രസി നിർബന്ധമാണ്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ പല മതം, പല ജാതി, അങ്ങനത്തെ എല്ലാം കൂടി ഉൾപ്പെട്ടാണ്. അപ്പോൾ ഇവരൊക്കെ കൂടി ഒന്നിപ്പിക്കണമെങ്കിൽ ഡെമോക്രസി നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ ഡിബേറ്റ്സുകൾ, ഈ കാര്യങ്ങളൊക്കെ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് പറയാം, ഈ കാര്യങ്ങൾ വേണം. ഇന്ത്യ എന്താണ് ഒരു പാർലമെൻ്ററി ആണെന്നും കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കട്ടെ. ഇന്ത്യ എന്താണ് ഒരു പാർലമെൻ്ററി സിസ്റ്റമാണ്. പ്രസിഡൻഷ്യൽ അല്ലല്ലോ, നമുക്ക് പ്രൈം മിനിസ്റ്ററും ഉണ്ട്, ഒരു പ്രസിഡന്റും ഉണ്ട്, അതായത് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇല്ലേ. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത് നോക്കി വെക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, സെറ്റാക്കുക, അടിപൊളിയാക്കുക, ഉഷാറാക്കിയിട്ട് നമ്മൾ എന്തിരിക്കണം പൊളിച്ചെടുക്കണം. ഹാപ്പി.